Hello everyone, welcome back. So in the cooking video ആയാലോ. So let's make gobi paratha. So ആദ്യം തന്നെ നമുക്ക് ഗോബി വേണം. ഗോബി എടുത്തിട്ടുണ്ട്. ഈ ഗോബി ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. അതായത് ജസ്റ്റ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ ചെറിയ ചെറിയ അല്ലി പോലെ നമുക്കിത് പൊളിച്ചെടുക്കാം. ഓക്കെ. സോ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നോക്കി വേസ്റ്റൊക്കെ കൈയോടെ പുറത്തോട്ട് മാറ്റാം. ഇനി നമുക്കിത് ചെറുത് പോലെ ഇങ്ങനെ നമുക്ക് ഒടിച്ചൊടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ വലിയ പീസ് പോലെ ഒടിച്ചൊടിച്ചെടുത്ത് നേരെ ഒരു പാത്രത്തിലോട്ട് ഇടാം. അപ്പോൾ ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ ഈ സൈഡിൽ കണ്ടില്ലേ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മീൻസ് ഇതിൻ്റെ തന്നെ ഇല ഉണ്ടാവും. ആ ഇലയൊക്കെ നമുക്ക് ഇങ്ങനെ കളഞ്ഞെടുക്കാൻ പറ്റും. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം കഴിയും. ഇത്തിരി പാടാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഡൺ. സോ ഇനി ഇത് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കണം. ഓക്കെ, വാഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗോബി നന്നായിട്ട് കഴുകി പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് ഈ ഗോബി എല്ലാം നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഗ്രേറ്ററൊക്കെ ഒന്ന് കഴുകി ഇനി വെള്ളമൊക്കെ പോയി ഇനി നമ്മൾ ഈ ഗോബി എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗോബി എല്ലാം ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫുള്ള് കാലിയായി. ഇനി വേണം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി വേണം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെക്കാൻ വേണ്ടി. സോ നമ്മൾ ആദ്യമേ തന്നെ ഗ്യാസ് കത്തിച്ചു, ചീനച്ചട്ടി വെച്ചു. ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചു. ഇതിലെ വെള്ളം പോയിട്ട് വേണം നമുക്ക് ഓയിൽ ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ ഒഴിക്കണം ആവശ്യത്തിന്. അധികം വേണ്ട, ജസ്റ്റ് നമ്മൾ തേങ്ങയൊക്കെ വറുക്കുന്നത് പോലെ വറുക്കാനാണ് നമ്മളുടെ ഈ ഗോബി. ഇനിയിപ്പോൾ നമ്മുടെ ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കുറേശ്ശെ ആയിട്ട് ഗോബി ഇട്ടിട്ട് ആ ഫുള്ള് ഗോബിയും ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഫുള്ള് ഗോബി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കരിയാൻ ചാൻസസ് വളരെ കൂടുതലാണ്. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. വലിയ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം കരിയും. നമുക്കിത് സ്ലോ കുക്ക് ചെയ്ത് വേണം എടുക്കാൻ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും ഫുൾ ടൈം ഇളക്കണമെന്നില്ല, ഇച്ചിരി നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാം, നോ വറീസ്. പക്ഷെ കരിഞ്ഞു പോകരുത്, അത്രയും മാത്രം സൂക്ഷിച്ചാൽ മതി. ഏകദേശം നമ്മുടെ ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്മെല്ല് നന്നായിട്ട് എന്താ പറയുക, നല്ല അടിപൊളി സ്മെല്ലായിരിക്കും ഈ ടൈം തുടങ്ങി. സോ ഇനി നമ്മളധികം റെസ്റ്റ് എടുക്കാൻ പോലും. ഇനി റെസ്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗത്തിന് കരിഞ്ഞു പോകും. സോ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഇതാകുന്ന ടൈം കൊണ്ട് നമുക്ക് എന്താ പറയുക, ആട്ട നമുക്ക് കുഴച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്,
നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എത്ര വേണം. എനിക്ക് 3 പറാത്തി ഉണ്ടാക്കണം, അതുകൊണ്ട് ഞാൻ 3 എണ്ണത്തിനുള്ള കണക്കിലാണ് എടുത്തത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ലേശം ഇട്ടാൽ മതി, അല്ലെങ്കിൽ കൂടിപ്പോവും. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വെള്ളം കൊടുക്കും. കുറേശ്ശെ ഒഴിച്ച് വേണം നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആട്ട ഏകദേശം ശരിയായി. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കേണ്ടോ എന്താണ് ഈ പാത്രം മാത്രമുള്ളതായിരിക്കും. പാത്രങ്ങൾ ഇറക്കിയിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കഴുകണ്ടേ. സോ നമ്മൾ വെറുതെ വേറെ പാത്രങ്ങളൊക്കെ എടുത്ത് വെറുതെ എന്തിനാ അത്രയും പണി കൊട്ടുന്നത്. ഇതാകുമ്പോൾ കഴിയുമ്പോൾ കയ്യോടെ കഴുകുക, യൂസ് ചെയ്യുക. നമ്മളങ്ങനല്ലേ റീസൈക്കിൾ ചെയ്യണമെന്നല്ലേ പറയാറുള്ളത്. അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആട്ടയുടെ പണി കഴിഞ്ഞു. ഇനി അതിനൊന്ന് സൈഡിലോട്ടൊന്ന് നീക്കി വെക്കാം നമുക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം ഇത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടി ഇളക്കി പിന്നെ ബ്രൗൺ നന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തിരിയും കൂടി ബ്രൗൺ ആവണം, ഇത്തിരിയും കൂടി നന്നായിട്ടാവണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം നമ്മൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് മൊരിഞ്ഞ് വന്നു തുടങ്ങി. നേരെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, കാരണം നമ്മൾ ഉപ്പൊന്നും നേരത്തെ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാം നിങ്ങൾ ആവശ്യാനുസരണം നമുക്ക് എന്തോരാണ് വേണ്ടത് അതനുസരിച്ചുണ്ട്. പറാട്ട എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മതിരിപ്പ് ടൈപ്പായിരിക്കും, കാരണം ഇത് കോളിഫ്ലവറിന് എല്ലാം ഒരു മതിരിപ്പാണല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി എരിവിന് വേണ്ടി. എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഇതാക്കുന്നില്ല, കാരണം പിന്നീട് ഇത് നമ്മൾ കണ്ടുപിടിച്ചാൽ പച്ചമുളകിൻ്റെ അടുത്ത് കളയണം, എന്തോരം പണികളാണ്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഇച്ചിരി നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് ചായക്ക് ഇതിൻ്റെ കൂടെ ഏറ്റവും കോമ്പിനേഷൻ എന്ന് പറയുന്നത് കട്ടൻ ചായയാണ്. നിങ്ങൾക്ക് പാൽച്ചായ വേണമെങ്കിൽ പാൽച്ചായ യൂസ് ചെയ്യാം. സോ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ഇതായി കേട്ടോ, നല്ലൊരു ബ്രൗൺ കളർ വന്നില്ലേ. ഇതാണ് ഇത് നല്ല കറക്റ്റ് പാകം. ഇത് നമുക്ക് മാറ്റാം. ഇതെടുത്ത് നമുക്ക് മാറ്റിയിട്ട് നമുക്കിവിടെ കട്ടൻ ചായക്കുള്ള വെള്ളം വെക്കാം. ഇനി ചായ ആകുന്ന ടൈം കൊണ്ട് നമുക്ക് വേഗം നമ്മുടെ ഇത് പറാത്തയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. നമ്മൾ നമ്മുടെ ഇതെടുക്കുക, ഇതിൽ ആട്ടപ്പൊടിയാണ് ചെറുതായിട്ട് ഇതാക്കിയിട്ട് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. എന്നാൽ ഈ കൂടിയിലോട്ട് നമുക്ക് ഫില്ലിങ് ഇടക്കാൻ പറ്റത്തുള്ളൂ. ഫില്ലിങ് വെക്കാൻ പാകത്തിന് നമ്മളിത് നന്നായിട്ട് പരത്തിയെടുക്കുക. സൈഡ് മാക്സിമം നമ്മൾ പരത്താൻ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നടുവേഗം പൊട്ടിപ്പോകും, വെല്ലുമില്ലാത്തത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം നമുക്ക്
നമുക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഫില്ല് ചെയ്യാം. ഇത് ചൂടാണെന്നല്ല സാരമില്ല, ചൂടാണല്ലോ ടേസ്റ്റ്. നിങ്ങൾക്ക് എന്തോരം ഫില്ലിങ് വേണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ എൻ്റെ പാറയുടെ ഉള്ളിൽ ഫില്ലിങ് നന്നായിട്ട് വെക്കുന്നുണ്ട്, എനിക്ക് ഇച്ചിരി കൂടുതൽ വേണം. ഇടാം. ഓക്കെ, ഇനി നമ്മളിത് നന്നായിട്ട് നമ്മുടെ മോമോസൊക്കെ മടക്കുന്നത് പോലെ നന്നായിട്ട് മടക്കി എടുക്കാം. ആ ഫില്ലിങ് എല്ലാം ഉള്ളിൽ ഇരിക്കണം. ഇത് നന്നായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയിൽ ഒന്നുകൂടി മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്കൊന്നിങ്ങനെ ഇതാക്കിയിട്ട് പരത്തിയെടുക്കാം. രണ്ടാമത് ഇത് ഭയങ്കര സോഫ്റ്റ്, പിടിക്കുമ്പോൾ തന്നെ കുത്തിക്കും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ തവ വെച്ചിട്ടുണ്ട്, ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, തവ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഓക്കെ, തവ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊറാത്തേനെ പതിയെ ഇതിനകത്ത് വെക്കാം. കാരണം പൊറാത്ത ഭയങ്കര സോഫ്റ്റാണ്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇനി പൊറാട്ട ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ചെറുതായിട്ട് നമുക്ക് ഗ്യാസൊന്ന് കൂട്ടിയൊക്കെ കൊടുക്കാം. ഇതിൻ്റെ മുന്നിലേക്കും കുറേശ്ശെ നമുക്ക് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചോട്ട് വേവിക്കാം. ഉണ്ടാകുന്നതേ ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് ടൈപ്പ് പോലെ കുറച്ചുകൂടെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ചോട്ട് നമുക്ക് നന്നായിട്ട് ഇത് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊറാട്ട ഇവിടെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനിയും ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഡിഷസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് മുരിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുരിഞ്ഞ പൊറാത്തിനെ നൈസായിട്ട് നമുക്ക് നമ്മുടെ കാസ്ട്രോളിലോട്ട് മാറ്റാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ.